ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 142. നായീനിലെ വിധവയുടെ പുത്രൻ. ചുറ്റും മതിലും ഫലഭൂയിഷ്ഠമായ സമതലവുമുള്ള നായീൻ നല്ല ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതൊരു വലിയ പട്ടണമായിരുന്നില്ല. എൻഡോറിലെ ധാരാളം ആളുകൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഉത്സാഹപൂർവ്വം ഈശോയെ പിന്തുടർന്നു. മുഖ്യപാത നേരെ പോകുന്നത് പട്ടണവാതിലുകളിലൊന്നിലേക്കാണ്. അപ്പോസ്തലന്മാരോടും പുതുതായി മാനസാന്തരപ്പെട്ട ആളോടും സംസാരിച്ചു കൊണ്ടിരുന്ന ഈശോ തങ്ങളുടെ നേരെ അലമുറയോടെ ശവമഞ്ചവുമായി ഒരു സംഘം ആളുകൾ വരുന്നത് കണ്ടു. ഓഹോ, അതൊരു കുട്ടിയുടെ ആണെന്ന് തോന്നുന്നു. ശവമഞ്ചത്തിൽ എത്രയധികം പൂക്കളും വർണ്ണവസ്ത്രങ്ങളുമാണ് ഇട്ടിരിക്കുന്നത്, യൂദാസ്കറിയോത്ത പറഞ്ഞു. ഒരു പക്ഷേ ഒരു കന്യകയായിരിക്കാം, യോഹന്നാൻ പറഞ്ഞു. അല്ല, അത് തീർച്ചയായും ഒരു യുവാവായിരിക്കും. ആ പാട്ട് കേട്ടാൽ അറിയില്ലേ? കൂടാതെ നിത്യഹരിത വൃക്ഷങ്ങളുടെ പൂക്കൾ ഉപയോഗിച്ചിട്ടില്ല, ബർത്തലോമിയ അഭിപ്രായപ്പെട്ടു. ഭിത്തിയുടെ മറുവശത്ത് ശവമഞ്ചം എത്തിക്കഴിഞ്ഞു. മുഖാവരണം ധരിച്ച ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് അതിൻ്റെ പാർശ്വങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ശവമഞ്ചം താങ്ങി പിടിച്ചിരുന്നവരിൽ ഒരാളുടെ കാല് കല്ലിൽ തട്ടിയപ്പോൾ ശവമഞ്ചം ഒന്ന് കുലുങ്ങിപ്പോയി. അപ്പോൾ ആ അമ്മ കരഞ്ഞു പറഞ്ഞു, ഓ പാടില്ല, നല്ലതുപോലെ ശ്രദ്ധിക്കണേ, എൻ്റെ മകൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടവനാണ്. അവൾ വിറയ്ക്കുന്ന കൈകളുയർത്തി ശവമഞ്ചത്തിൽ തലോടി അതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വസ്ത്രാഞ്ചലത്തിൽ ചുംബിക്കുകയും ചെയ്യുന്നു. മനസ്സലവ് തോന്നിയ പത്രോസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം മന്ത്രിച്ചു, അത് അമ്മയാണ്. ഈ ദൃശ്യം കണ്ട് പത്രോസിന് മാത്രമല്ല കണ്ണു നിറഞ്ഞത്, തീക്ഷ്ണം ആൻഡ്രൂ, ജോൺ എന്നിവരുടെയും കണ്ണു നിറഞ്ഞുപോയി. എപ്പോഴും സന്തുഷ്ടനായി നടക്കുന്ന തോമസിന് പോലും കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. അവരുടെ എല്ലാം ഹൃദയം വല്ലാതെ ഇളകിപ്പോയി. യൂദാസ്കറിയോത്ത സ്വയം മന്ത്രിച്ചു, ആ മരിച്ചത് ഞാനായിരുന്നെങ്കിൽ, ഓ എൻ്റെ അമ്മയുടെ സ്ഥിതി എന്താകുമായിരുന്നു. മഹാകാരുണ്യവാനായ ഈശോ ശവമഞ്ചത്തിനടുത്തേക്ക് നടന്നു. ശവമഞ്ചം ശ്മശാനത്തോടടുത്തപ്പോൾ ആ അമ്മയുടെ വിലാപം അത്യുച്ചത്തിലായി. ഈശോ മഞ്ചലിൽ തൊടാൻ ശ്രമിച്ചപ്പോൾ കൈകൾ തട്ടിമാറ്റി അവൾ അട്ടഹസിച്ചു, അവൻ എൻ്റേതാണ്. അമ്മേ, അവൻ നിങ്ങളുടേതാണെന്ന് എനിക്കറിയാം. അവൻ എൻ്റെ മകനാണ്. അവൻ നല്ലവനും പ്രിയപ്പെട്ടവനുമായിരുന്നു. പിന്നെ അവൻ എന്തിനാണ് മരിച്ചത്? ഞാനൊരു വിധവയാണ്. കൂടെയുള്ളവരുടെ കരച്ചിൽ ഉച്ചത്തിലുയർന്നു. അവൾ ഓരോന്ന് പറഞ്ഞ് അബോധമായി മാറത്തടിച്ചു. അങ്ങനെ ചെയ്യരുത് അമ്മേ, കരയാതിരിക്കൂ. ഇടത്ത് കൈ കൊണ്ട് ഈശോ അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മറ്റേ കൈ ശവമഞ്ചത്തിൽ സ്പർശിച്ചുകൊണ്ട് അത് ചുമക്കുന്നവരോട് പറഞ്ഞു, ശവമഞ്ചം താഴെ വയ്ക്കുക. അവർ അതനുസരിച്ചു. ഈശോ മഞ്ചലിലിട്ടിരുന്ന ആവരണം വലിച്ചെടുത്തു. അമ്മ ശവം മറവില്ലാതെ കണ്ടപ്പോൾ അവനെ പേര് ചൊല്ലി വിളിച്ച് ബഹളം വെച്ചു. ഈശോ ഇപ്പോഴും അവരുടെ കൈകളിൽ പിടിച്ചിരിക്കുകയാണ്. അവിടുത്തെ കണ്ണുകൾ തീക്ഷ്ണവും പ്രകാശമാനവുമായിരുന്നു. വലത് കൈ താഴ്ത്തിയിട്ട് തൻ്റെ സകല ശക്തിയോടെ അവിടുന്ന് പറഞ്ഞു, യുവാവേ, ഞാൻ പറയുന്നു, എഴുന്നേറ്റ് വരിക. മരിച്ചുപോയ കുട്ടി ഒന്ന് ചലിച്ചു. അവൻ കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. പരിഭ്രമത്തോടുകൂടി വിളിച്ചു, അമ്മേ. സ്ത്രീയെ, ഇതാ നിങ്ങളുടെ മകൻ. ദൈവനാമത്തിൽ ഞാൻ അവനെ നിനക്ക് തരുന്നു. പുറത്തിറങ്ങാൻ അവനെ സഹായിക്കൂ. ഈശോ പിന്തിരിഞ്ഞ് പോവാൻ ഭാവിച്ചു. ജനക്കൂട്ടത്തിൻ്റെ സമ്മർദ്ദത്താൽ അവിടുന്ന് മാറാൻ കഴിഞ്ഞില്ല. കെട്ടുകൾ അഴിച്ചുമാറ്റി അവൻ അമ്മയെ കെട്ടിപ്പിടിച്ചു. ആ സ്ത്രീ തൻ്റെ മേൽവസ്ത്രം കൊണ്ടവനെ പൊതിഞ്ഞു അവനെ തഴുകിക്കൊണ്ടിരുന്നു. ഈശോ അവളെയും അവിടെ നിന്നിരുന്ന ജനത്തെയും നോക്കി. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു. അവിടുത്തെ കണ്ണുനീർ കണ്ടിട്ട് യൂദാസ്കറിയോത്ത ചോദിച്ചു, എൻ്റെ ഗുരോ, അങ്ങ് കരയുന്നത് എന്തിനാണ്? ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഈ ചെറിയ സംഭാഷണം തൻ്റെ ഉപകർത്താവിലേക്ക് ആ സ്ത്രീയുടെ ശ്രദ്ധ തിരിച്ചു. അവൾ തൻ്റെ പുത്രനുമായി മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ എൻ്റെ മകനെ, ഈ പരിശുദ്ധന് സ്തുതി പറയുക. നിനക്കും നിൻ്റെ അമ്മയ്ക്കും വീണ്ടും ജീവൻ നൽകിയത് ഇദ്ദേഹമാണ്. അവൾ കുനിഞ്ഞ് ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ ചുംബിച്ചു. ജനക്കൂട്ടം ദൈവത്തിന് മിശിഹായ്ക്കും ഓശാന പാടി.